ചായ ഇടാനായിട്ട് ഞാൻ കുറച്ച് പാൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചായ ഇടാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ വൈകിട്ടൊരു ചായയുടെ കൂടെ പെട്ടെന്നൊരു സ്നാക്സൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ചായ തിളച്ച് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഐറ്റംസ് ഉണ്ടാക്കാം. അപ്പോൾ അത് ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് ആദ്യം മൈദ കാണിക്കാം. മൈദയ്ക്കകത്ത് ഞാൻ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വീഡിയോ എടുക്കുന്നതും ഷൂട്ട് ചെയ്യുന്നതും എല്ലാം നടക്കില്ല. ഞാൻ രാത്രി ഷൂട്ട് ചെയ്യുന്നതുകൊണ്ട് കുറച്ച് ക്ലിയർ പ്രശ്നമുണ്ട്. അപ്പോൾ ഞാനിതിൽ എന്തൊക്കെയാണ് ചേർത്തേക്കുന്നതെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആദ്യം ഒരു 4 ടേബിൾ സ്പൂൺ മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു നുള്ളു ഉപ്പ്, ഒരു നുള്ളു ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്ക് ബ്രെഡ് ക്രംസ് ആണ്. അപ്പോൾ ഇത് ഞാൻ പുറത്തുനിന്ന് വാങ്ങിയല്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാക്കിയതാണ്. ബ്രെഡ് വാങ്ങിയിട്ട് ഞാൻ മിക്സിയിലിട്ടൊന്ന് നന്നായിട്ട് പൊടിച്ച് പിന്നെ ഞാനൊരു ഫ്രൈ പാനിലിട്ട് ഇതുപോലെ റോസ്റ്റ് ചെയ്ത് വറുത്ത് വെച്ചേക്കും. അതിലേക്ക് നമുക്ക് വേണ്ടത് പഴമാണ് കേട്ടോ. അപ്പോൾ നനയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നനച്ചിട്ട് നിങ്ങളെ കാണിക്കാം കേട്ടോ. മാവ് നനച്ചേക്കുന്നത് ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ. ആണ്ടേ ഇത്ര കട്ടി മതി കേട്ടോ. അധികം മാവങ്ങ് വെള്ളം ലൂസായി പോകരുത്, ഈ കട്ടി തന്നെ വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ മാവിൽ മുക്കിയിട്ട് വേണം ബ്രെഡ് ക്രംസിൽ മുക്കി എണ്ണയിലിട്ട് പൊരിക്കാൻ. പഴം ഇതിലോട്ട് എടുത്തിട്ട് കാണുന്നുണ്ടോ അല്ലേ? രാത്രിയിലാണ് വീഡിയോ എടുക്കുന്നത്, ഉണ്ടോ? പഴം ഇതുപോലെ ഒന്ന് മാവിലൊന്ന് കോട്ട് ചെയ്ത് പിന്നെ ഈ ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കണം കേട്ടോ. മുക്കി ചെയ്താണ്ട് ഇതുപോലെ അറ്റത്തൊന്ന് അങ്ങനെ മാറ്റി വെച്ചേക്കണം. നമ്മൾ പൊരിക്ക് ഫ്രൈ ചെയ്യാൻ സമയത്ത് എടുത്ത് ഫ്രൈ ചെയ്തു. ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്, നമുക്കത് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ കേട്ടോ, അല്ലെങ്കിൽ ഇത് ബ്രെഡല്ലേ പെട്ടെന്ന് കരിഞ്ഞു പിടിക്കും. നല്ല ക്രിസ്പിയാണ് കേട്ടോ. ഒരു സൈഡ് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് ബ്രൗൺ കളറായിട്ട് നമുക്ക് കോരാട്ടോ. ഇതാണ് കേട്ടോ ഐറ്റം. ഞാനിവിടെ പൊരിച്ച് ഒരു പ്ലേറ്റിൽ കോരിയിട്ടുണ്ട്. ഇനി ബാക്കി പൊരിക്കാനുണ്ട്. ഇത് നമ്മൾ സോസും കൂട്ടി കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരു ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഒന്ന് ചായ അടുപ്പത്ത് വെച്ച് ഉണ്ടാക്കാൻ ഇത് വലിയ താമസമൊന്നുമില്ല, പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ നമ്മുടെ ചായ ഇവിടെ തിളച്ചിട്ടുണ്ട് കണ്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.